ഇന്ന് വീണ്ടും കിച്ചണിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീഡിയോസിൽ കാണുന്ന നിങ്ങൾ പലരും അതിൻ്റെ ലിങ്ക് ചോദിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഈ ഒരു സ്റ്റീമർ ബാസ്ക്കറ്റ് ഇനി എൻ്റെ വീഡിയോയിൽ കാണാത്തവർ കുറവായിരിക്കും അല്ലേ. ഏതൊരു പാത്രത്തിൽ വേണേലും വെച്ച് ആവി കയറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സാധനത്തിൻ്റെ അഡ്വാൻറ്റേജ്. ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു പാത്രത്തിൽ ആവി കയറ്റിയെടുക്കാം. കുറച്ചേ ഉള്ളെങ്കിൽ ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ ഇറക്കി വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇതിൻ്റെ അടിയിൽ ഇതുപോലെ സ്റ്റാൻഡ് പോലുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഇത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പൊങ്ങി നിന്നോളും, അകത്തേക്ക് വെള്ളം കയറുമൊന്നുമില്ല. അടുത്തത് ഇതാ ഒരു സിമ്പിൾ ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. കുട്ടികൾക്ക് ചോറോ ചപ്പാത്തിയോ ഒക്കെ കൊടുത്തു വിടുമ്പോൾ കറി സെപ്പറേറ്റ് ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലൊരു സ്റ്റീൽ പാത്രം സെപ്പറേറ്റ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ചോറും കറിയൊക്കെ ആണെങ്കിലും കൊടുത്തു വിടാം. നല്ല യൂസ്ഫുൾ ആയിട്ടാണ്, നല്ല പാത്രമാണ് കേട്ടോ. നല്ല ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ ടിഫിൻ ബോക്സ് നോക്കുന്നവർക്ക് പറ്റിയൊരു അടിപൊളി പാത്രമാണ്. അടുത്തത് ഇതുപോലെ തന്നെ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ്. പ്രസ്റ്റീജ് പ്ലാറ്റിനയുടെ ഈ ഒരു ഫ്രൈങ് പാനാണ് കേട്ടോ. ഇതൊരു 3 മാസം മുമ്പ് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതും ഇൻഡക്ഷൻ ബേസ് ആണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഇത് 26 സെൻറ്റിമീറ്ററിൻ്റെ 3 ലിറ്ററിൻ്റെ ഉള്ളതിൽ ഏറ്റവും വലുതാണ് കേട്ടോ. ഇതും വേറെ 2 സൈസിലും കൂടെ അവൈലബിൾ ആണ്. 24 സെൻറ്റിമീറ്റർ ആയിട്ടും 22 സെൻറ്റിമീറ്റർ ആയിട്ടും 2 സൈസിൽ അവൈലബിൾ ആണ്. അടുത്തതും പ്രസ്റ്റീജിൻ്റെ തന്നെ ഒരു 3 നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ കോംബോ ആണ് കേട്ടോ. കടായി, തവ, ഫ്രൈങ് പാൻ, അങ്ങനെ 3 എണ്ണമായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ 3 എണ്ണത്തിനും പറ്റുന്ന പോലെ ഒരു ഗ്ലാസ് ലിഡും ഉണ്ട് കേട്ടോ. അടുത്തത് എനിക്ക് ഒന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഞാൻ ഈ ജാറുകൾ എൻ്റെ വീഡിയോസിൽ കാണിക്കുമ്പോൾ ഏത് ബ്രാൻഡിൻ്റെയാണ് മിക്സി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടെ വരുന്നത് 5 ജാറാണ് കേട്ടോ. 2 വലിയ ജാറും 3 ചെറിയ ജാറും. ഇതിൻ്റെ കൂടെ 3 ബ്ലേഡാണ് കേട്ടോ വരുന്നത്. ഒന്ന് വെറ്റ് ഗ്രൈൻഡിങ് ബ്ലേഡ്, അതുപോലെ തന്നെ ഡ്രൈ ഗ്രൈൻഡിങ് ബ്ലേഡും പിന്നെ ഒരു ഫ്രോത്ത് ബ്ലേഡും ആണ് ഉള്ളത്. ഇതും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അടുത്തത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമുക്ക് എല്ലാ ദിവസവും എന്നുള്ള പോലെ ഉപയോഗം വരുന്ന ഒരു സ്പാറ്റുല കോംബോ ആണ്. അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈ 2 സ്പാറ്റുലാസ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അതുപോലെ കറി കോരാനും വറുത്ത് കോരാനും ഒക്കെ പറ്റിയ സ്പാറ്റുലാസ് ഉണ്ട്. 5 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. ഇതുപോലെ അടപ്പുള്ള സ്റ്റീൽ പാത്രങ്ങൾ എത്ര ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് മതിയാവില്ല അല്ലേ. ഞാൻ ഈ അടുത്തിടയ്ക്ക് വാങ്ങിച്ച 2 പാത്രത്തിൻ്റെ ഒരു സെറ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. അതുപോലെ 2 സൈസാണ് കേട്ടോ. ആദ്യത്തേത് ഏതാണ്ട് 1 ലിറ്ററാണ് സൈസ് വരുന്നത്. രണ്ടാമത്തത് 750 ml ആണ്. ഈ ഒരു ഐറ്റം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ സെപ്പറേറ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുമുണ്ട്. കടായി ആയിട്ടും കുക്കറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇൻഡക്ഷൻ ബേസാണ്. കടായി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് ലിഡ് യൂസ് ചെയ്യാം. ചോറൊക്കെ വെച്ചിട്ട് വാർത്തെടുക്കണമെങ്കിൽ ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു ലിഡ് ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാം. കുക്കറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിന് കുക്കറിൻ്റെ ലിഡും ഉണ്ട്. ഇപ്പോൾ 3 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. 5 ലിറ്ററിൻ്റെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 ലിറ്ററിൻ്റെയും 5 ലിറ്ററിൻ്റെയും കോംബോ ഉണ്ട് 3 ലിഡായിട്ട് കേട്ടോ. വാങ്ങിച്ചാൽ ഒരിക്കലും നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട വരില്ലാത്ത പോലത്തെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അത്ര യൂസ്ഫുള്ളാണ്. അടുത്തതും ഒരു 3 in 1 പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിൽ വരുന്ന 3 സാധനങ്ങളാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബൗളുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡ്രെയിനർ ബാസ്ക്കറ്റ് ഉണ്ട്. കൂടെ ഒരു ഗ്രേറ്ററും ഉണ്ട്. പല വലുപ്പത്തിലും പല രീതിയിലും നമുക്ക് ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുമാത്രമല്ല ഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഒട്ടും പുറത്തേക്ക് തെറിക്കാതെ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇതിനകത്തുള്ള ഈ ഒരു സ്റ്റീൽ ബൗൾ നമുക്ക് എന്താവശ്യത്തിന് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഡ്രെയിനർ ബാസ്ക്കറ്റും. അരി കഴുകി എടുത്ത് വെക്കാനും അതുപോലെ പയറ് പരിപ്പൊക്കെ കഴുകി വരാനും ഒക്കെ നമുക്ക് നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. കിച്ചണിലേക്ക് എന്തായാലും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കുമേ. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ വീഡിയോയുടെ മുകളിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ.